ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് തിരുസഭ പരിശുദ്ധ മറിയത്തിൻ്റെ വിമലഹൃദയ തിരുനാളാണ് ആഘോഷിക്കുക. ഈ വിമലഹൃദയം എന്നത് മറിയത്തിൻ്റെ ആന്തരിക ജീവിതത്തിലെ ദുഃഖങ്ങളെയും സന്തോഷങ്ങളെയും പിതാവായ ദൈവത്തോടും മറിയത്തിൻ്റെ പുത്രനായ യേശുവിനോടുമുള്ള സ്നേഹത്തെയും ഭക്തിയെയും ഒടുവിലെല്ലാം മനുഷ്യരോടുമുള്ള മറിയത്തിൻ്റെ സ്നേഹത്തുമൊക്കെ സൂചിപ്പിക്കുന്നതാണ്. സുവിശേഷങ്ങളിൽ വളരെ കുറച്ച് മാത്രമേ പരിശുദ്ധ കന്യാമറിയത്തിനെക്കുറിച്ച് പരാമർശിക്കുന്നുള്ളൂ. ഒന്ന്, വിശുദ്ധ ലൂക്കായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 35-ാം വാക്യം. ശിമിയോൻ മറിയത്തോട് ഒരു വാൾ അവളുടെ ആത്മാവിൽ തുളച്ചു കയറുമെന്ന് പ്രവചിക്കുന്നു. 2, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 51-ാം വാക്യം, അതായത് ഇന്നത്തെ സുവിശേഷം. മറിയം ഈ കാര്യങ്ങളെല്ലാം അവളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇവ രണ്ടും മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തിക്ക് കാരണമായിട്ട് ഇങ്ങനെ കരുതപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, മറിയത്തിൻ്റെ വിമല ഹൃദയ വണക്കവും ഈശോയുടെ തിരുഹൃദയ വണക്കവും ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് നാം പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയ തിരുനാൾ കൊണ്ടാടുമ്പോൾ നാളെ നമ്മൾ തിരുഹൃദയത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുക. സ്നേഹം നിറഞ്ഞവരെ, തിരുഹൃദയ വണക്കം തിരുഹൃദയത്തിന് അർപ്പിക്കുന്ന ഒരു ആരാധനയാണ്. അതേസമയം വിമല ഹൃദയ വണക്കം എന്നത് ദൈവത്തോടും സ്വന്തം പുത്രനായ ഈശോയോടുമുള്ള സ്നേഹം ഉള്ളിങ്ങനെ നിറഞ്ഞ മറിയത്തിൻ്റെ വിമല ഹൃദയത്തോടുള്ള വണക്കമാണ്. അത് അനുകരിക്കേണ്ട ഒരു കാര്യമാണ്. മറിയം തൻ്റെ പുത്രനും കർത്താവുമായ യേശുവിനെ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് പോലെ നമ്മളും യേശുവെ ആരാധിക്കുകയും സ്നേഹിക്കുകയും വേണമെന്നത് ഈ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മറിയം നിർമ്മലതയും സദ്ഗുണ സമ്പന്നയുമായി ജീവിച്ചതുപോലെ നിലകൊണ്ടതുപോലെ നമ്മളും പരിശുദ്ധിയിലും പാപരഹിതയിലും മറിയം കണക്കെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ഈ തിരുനാൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു, ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തിൻ്റെ ഈ ജീവിത മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിക്കുവാനായിട്ട് പരിശുദ്ധ കന്യാമറിയ കണക്കെ അനുകരിച്ച് ജീവിതത്തിൽ ചില മൂല്യങ്ങളൊക്കെ ഉള്ളവരായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ പരിശുദ്ധ മറിയത്തിലൂടെ, പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു സുദിനം നേരുന്നു.